ഇല്ല, ഒരു വായിക്കും കൊള്ളത്തില്ല. ഇത് ഒരു എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് എടുത്തു വെച്ച പടമെന്ന് വന്നു. വേറും ലോജിക്ക് നോക്കാതെ എൻജോയ് ചെയ്ത് കാണാം, അത്ര തന്നെ. കിടിലം പടം. ഉള്ളി ലോജിക്ക് നല്ല ഒരു 10% പോലും ലോജിക്കില്ല. പിന്നെ ഉള്ളി മാൻഡസന്റെ പടം അത് തന്നെ. ഹീറോയി മാസ്റ്റർ കണക്കൊന്നും കണ്ടാൽ നടക്കത്തില്ല. ഫുള്ള് വൈബ് പടം, അത്രേ ഉള്ളൂ. ഫുള്ള് വൈബ്. ഇങ്ങനത്തെ പടം ലോജിക്കില്ല, മാഡ്നസ് അടിച്ചുപൊളി. ഒന്നുമില്ല. ദിലീപിന്റെ അടുത്തുള്ള സ്നേഹം കൂടെ പോയി ഈ പടം കണ്ടു കഴിഞ്ഞാൽ. വേറും തറപ്പോടെ ഇവിടെ കംബാക്ക്, ഗോ ബാക്ക്. പിന്നെ കിടിലം. രാവിലെ എണീറ്റ് വന്ന് വെറുതെ ആയില്ല. കംബാക്ക് തന്നെ. പിന്നെ കിടിലം പടം. ഒന്നുമില്ല, അഴിഞ്ഞാട്ടം. ഇല്ല, വന്നിട്ടില്ല. സെക്കൻഡ് ഹാഫിന് വേണ്ടിട്ട് വെയിറ്റിംഗ്. കിടിലമായിരുന്നു. ചെറിയ സ്ലോ ആയിട്ട് തുടങ്ങുന്നത്. ഇൻട്രോയിന് മുമ്പ് ഒരു കത്തിക്കലുണ്ട്, ഒരു റെട്രോ സോങ് വെച്ചൊരു പരിപാടിയുണ്ട്, ഒരു തമിഴിലൊക്കെ കാണുന്നത്. പടം കൊള്ളാം. ആദ്യമേ വന്ന് പിന്നെ നല്ല എൻഗേജിങ് ആവുന്നുണ്ട്. കിടില. അടുത്ത സെക്കൻഡ് ഹാഫിന് വേറെ വലിയ പുള്ളികൾ വരാനുണ്ടല്ലേ, ഒരു വന്നിട്ട് പറയാം. ഓക്കെയാണ് ബ്രോ, കൊള്ളാം കൊള്ളാം കൊള്ളാം. പിന്നെ അടിപൊളിയായിട്ട് കൊള്ളാം നൈസായിരുന്നു. കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ഒരു നോ ലോജിക്. പ്രതീക്ഷിച്ച പോലെ ഫസ്റ്റ് ഹാഫ് ഓക്കെ റെഫറൻസ് ഒക്കെ വെച്ചിട്ടുള്ള സംഭവം ഇത് തന്നെ. നമ്മൾ ഈ നോ ലോജിക് ഒള്ളി മാഡ്നസ് എന്ന് തന്നെ പറയത്തില്ലേ, അത് തന്നെ പടം. നമ്മൾ ഈ ലോജിക്ക് വെച്ച് ആ ഒരു സിനിമയ്ക്ക് കാണാൻ വരരുത്. പിന്നെ പടം ഒരു മാസ് ദിലീപ് ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ അടിപൊളി പടമാണ്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉള്ളി ലോജിക്ക് വെച്ച് വരരുത്, കണ്ടിരിക്കാം. പക്ക ഫാൻ ബോയ് സാധനമാണ്. അല്ല, വേറെ ലോജിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ദിലീപിന്റെ ഒരു കംബാക്ക് എന്നാണെങ്കിൽ പറയാം. പാട്ടെല്ലാം കൂടെ റീമിക്സ് ചെയ്ത് ഫൈറ്റ് സീനും എല്ലാം വെച്ച് നല്ല. ബാക്കി സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് തീരുമാനിക്കാം. സൂപ്പർ കാണാൻ